വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദ് ചെയ്തതിൽ ഇൻഡിഗോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബർസിനാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് വ്യോമയാന മന്ത്രാലയം വിളിച്ച യോഗത്തിന് പിന്നാലെയാണ് നടപടി. സജു തോമസ് ചെയ്തതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സജു, കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഈ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനു ശേഷം ഇനി മറ്റെന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാവുക? അജീന, എന്തായാലും ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് പ്രധാനപ്പെട്ട എല്ലാ സർവീസുകളും നിർത്തൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വ്യോമഗതാഗത ഭാഗത്ത് താറുമാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇൻഡിഗോ സിഇഒ അടക്കം വിളിച്ചു വരുത്തിയ ഒരു ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബസിന് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള വ്യോമയാന സർവീസുകൾ അതായത് വിമാനങ്ങൾ റദ്ദു ചെയ്തതിലും കൂട്ടത്തോടെ ഈ വിമാനങ്ങൾ എന്തുകൊണ്ട് റദ്ദു ചെയ്തു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുവരെ റദ്ദു ചെയ്ത വിമാനങ്ങളുടെ വിമാന ടിക്കറ്റ് തുക യാത്രക്കാർക്ക് നാളെ വൈകിട്ട് 8 മണിക്ക് മുന്നോടിയായിട്ട് റീഫണ്ട് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ റാംമോഹൻ നായിഡു ഇത്തരമൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഈ മീറ്റിംഗിന് പിന്നാലെയാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡിഗോയുടെ സിഇഒ പീറ്റർ എൽബസിനാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയം വലിയ നടപടികളിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വ്യോമഗതാഗതം കഴിഞ്ഞ 5 ദിവസമായിട്ട് താറുമാറായിരിക്കുകയാണ്. ഏകദേശം 4000-ലധികം വിമാന സർവീസുകളാണ് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ റദ്ദു ചെയ്തത്. ഇതിൽ യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. ഇന്ത്യയുടെ ഷെയർ കോടിക്കണക്കിന് രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്രം ഇപ്പോൾ തുനിയുന്നത്. ഇൻഡിഗോ സിഇഒക്കാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ മറുപടി നൽകണമെന്നും ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നു.